Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ സെഷൻസ് പോലെ തന്നെ ഇന്നും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വൺ വേർഡ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 5 വൺ വേർഡ്സ് വെറൈറ്റി ആയിട്ടുള്ള ഒരു 5 വൺ വേർഡ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ആ വൺ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. യെസ്, നമ്മളതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് ബംഫസിൽ. ബംഫസിൽ എന്താ? ബംഫസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് bewilderment അല്ലേ? യെസ്, ഇൻ എ സ്റ്റേറ്റ് ഓഫ് bewilderment. എന്താണ് bewilderment എന്ന് പറഞ്ഞാൽ? നമ്മൾ bewilder എന്നുള്ള വേർഡ് നമ്മുടെ വൊക്കാബ് സെഷനിൽ നേരത്തെ നമ്മുടെ ഏതോ ഒരു വൊക്കാബ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വേർഡാണ് bewilder. bewilder എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺഫ്യൂസ്ഡ് ആയ അല്ലെങ്കിൽ ഒരു പെർപ്ലെക്സ്ഡ് ആയ ഒരു അവസ്ഥ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? bewilder എന്ന് പറയാം. bewilder എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ആ ഒരു സ്റ്റേറ്റ് അല്ലേ, നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആകെ ഒരു പരിഭ്രാന്തിയുള്ള അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ bewilderment എന്ന് പറയുന്നത്. ഇനി എന്താണ് ബംഫസിൽ എന്ന് പറഞ്ഞാൽ? യെസ്, അപ്പം നമ്മൾ അങ്ങനെ bewildered ആയിരിക്കണ ആ ഒരു സ്റ്റേറ്റ് അല്ലേ, ആ ഒരു സ്റ്റേറ്റിന് എന്താ പറയുക, ആ ഒരു ലെങ്തി ഫ്രേസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബംഫസിൽ. അപ്പോൾ നമ്മൾ ആകെ ഒരു ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഒരു പെർപ്ലെക്സ്ഡ് ആയ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ വി ക്യാൻ യൂസ് ദ വേർഡ് ബംഫസിൽ. പിന്നെ ഇൻ എ സ്റ്റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള വേർഡിന് ഒരു 3 മീനിങ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റേറ്റില്ല, ഇപ്പം എന്താ പറയുക, കേരള ഈസ് മൈ സ്റ്റേറ്റ്, അങ്ങനെ സംസ്ഥാനം എന്നുള്ള മീനിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ദർ ആർ എന്താ പറയുക 29 സ്റ്റേറ്റ്സ് ഇൻ അവർ കൺട്രി, അങ്ങനെ സംസ്ഥാനം എന്ന് പറയുന്ന മീനിങ്ങിൽ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യണ വേറൊരു മീനിങ് ആണ്, സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ വേറൊരു കോണ്ടെക്സ്റ്റാണ്. എന്താ പറയുക, ഒരാൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒഫീഷ്യലായ അല്ലെങ്കിൽ ഫോർമലായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പൊതുവെ ഇപ്പം ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ ടോൾഡ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു എന്നുള്ളതിന് പൊതുവെ നമ്മൾ യൂസ് ചെയ്യണ വേർഡ്സ്. കുറച്ചും കൂടെ ഒരു ഫോർമലായി നമ്മൾ പറയുവാണെങ്കിൽ ഹീ സ്റ്റേറ്റഡ് ദാറ്റ്, ദ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റഡ് ദാറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ദി അഡ്വക്കേറ്റ് സ്റ്റേറ്റഡ് ദാറ്റ്, അങ്ങനെയുള്ള കുറച്ചും കൂടെ ഫോർമലായ എന്താ പറയുക സിറ്റുവേഷൻസിൽ പറഞ്ഞു എന്ന് പറയണ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സ്റ്റേറ്റ് പറയുക എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ ഒരു സിറ്റുവേഷനാണ് ഒരവസ്ഥ എന്ന് പറയുന്ന മീനിങ്ങിൽ. ഓക്കെ, അങ്ങനെ ഇപ്പം എന്താ പറയുക, ഐ എം ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവസ്ഥ എന്നുള്ള മീനിങ്ങിലും നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. നമ്മുടെ ഈ ഒരു ബംഫസിൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിൽ നമ്മൾ ആ സ്റ്റേറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്ത മീനിങ് എന്താണെന്ന് വെച്ചാൽ അവസ്ഥയാണല്ലേ. നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണം ആ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? ഐ എം ബംഫസിൽഡ് അല്ലെങ്കിൽ ഷീ ഈസ് ബംഫസിൽഡ് എന്നൊക്കെ നമുക്ക് പറയാം. യെസ്, നെക്സ്റ്റ് വേർഡാണ് നംസ്കൾ. യെസ്, എന്താണ് നംസ്കൾ എന്ന് പറഞ്ഞാൽ? നംസ്കൾ എന്ന് പറഞ്ഞാൽ എ ഫൂളിഷ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് പേഴ്സൺ. എ ഫൂളിഷ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക? നംസ്കൾ എന്ന് പറയുക. ഒരു മണ്ടനായ ഒരാൾ അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയായ ഒരാൾ അല്ലേ, ഒരു പൊട്ടൻ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? നംസ്കൾ എന്ന് പറയാം. സെയിം മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വേർഡാണ് ഹാഫ് വിറ്റ് എന്ന് പറഞ്ഞാലും അതാണ് എ സ്റ്റുപ്പിഡ് അല്ലെങ്കിൽ ഫൂളിഷ് പേഴ്സൺ. അപ്പോൾ ഒരു മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഹാസ് ലിറ്റിൽ ഇൻ്റലിജൻസ് അല്ലേ, ഒരു ഇൻ്റലിജൻസും ഇല്ലാത്ത ആൾക്കാർ, മന്ദബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടൻ, അങ്ങനെയൊക്കെ ഉള്ള മീനിങ്ങിൽ നമുക്ക് 2 വേർഡ്സ് യൂസ് ചെയ്യാം. ഒന്ന് നംസ്കളാണ്, രണ്ടാമത്തത് ഹാഫ് വിറ്റ് എന്നുള്ള വേർഡ്. ഇനി
നെക്സ്റ്റ് വേർഡാണ് സ്ലൂഗ ബെഡ്. A lazy person who stays in bed for long. അല്ലേ? യെസ്. അതായത് ഒരു എന്താ പറയുക, ഇപ്പം ഉറക്കം എണീക്കേണ്ട സമയമായാലും എണീക്കാതെ ആ ബെഡിൽ തന്നെ അങ്ങനെ കിടക്കണം ലേസി ആയ ആൾക്കാർ, മടിയന്മാരായ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലൂഗ ബെഡ് എന്ന് പറയുക. സോ എ ലേസി പേഴ്സൺ ഹു സ്റ്റേസ് ഇൻ ബെഡ് ഫോർ ലോങ്. അപ്പോൾ എണീക്കേണ്ട സമയമായാലും എണീക്കാതെ ബെഡിൽ തന്നെ അങ്ങനെ മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലൂഗ ബെഡ് എന്ന് പറയുക. യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് റാഗാമുഫിൻ. A person, especially a child, in ragged or dirty torn clothes. അതായത് റാഗാമുഫിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ, നമ്മൾ കൂടുതലും കുട്ടികളാണെങ്കിലാണ് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുക. അപ്പം ടോൺ എന്ന് പറഞ്ഞതാണ് ടിയർ എന്നുള്ള വേർഡിൻ്റെ ടിയർ ടോർ ടോൺ അല്ലേ, ഇതിൻ്റെ തേർഡ് ഫോമാണ് ടോൺ, കീറിപ്പറഞ്ഞ. ഓക്കെ, യെസ്. അപ്പോൾ ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കീറുക എന്നുള്ള മീനിങ്. ടിയർ എന്നുള്ള വേർഡ് നമ്മൾ രണ്ട് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യും. ഒന്ന് എന്താണ്, ഒന്ന് നമ്മൾ ടിയേഴ്സ് അല്ലേ, അപ്പോൾ കണ്ണീരെന്നുള്ള മീനിങ്ങിൽ നമ്മൾ ടിയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. രണ്ടാമത്തെ മീനിങ് ആണ് കീറുക എന്നുള്ള മീനിങ്ങിലും നമുക്ക് ടിയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു തേർഡ് ഫോം ടിയർ ടോർ ടോൺ. ഓക്കെ, അതിൻ്റെ തേർഡ് ഫോം ഓഫ് വെർബാണ് ടോൺ. കീറിപ്പറഞ്ഞ ഡ്രസ്സോ അല്ലെങ്കിൽ ഇപ്പം റാഗ് എന്ന് പറഞ്ഞാലും ആ മീനിങ് ആണ്. റാഗ് നമ്മൾ വേറൊരു വേർഡിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം റാഗ് എന്നുള്ള വേർഡ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം റാഗ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഒരു മുഷിഞ്ഞ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ റാഗ്ഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. സോ അങ്ങനെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരാൾ, അതും എസ്പെഷ്യലി ചൈൽഡ് ആണെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള ആൾക്കാരെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഒരു വേർഡാണ് എന്ത്, റാഗാമുഫിൻ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ 5 വൺ വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത വൺ വേർഡ്സ്? ഒന്ന് ബംഫസിലാണ് അല്ലേ, നമ്മൾ ആകെ ഒരു പ്രാന്ത് പിടിച്ചൊരവസ്ഥ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ ഒരു 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 പരിഭ്രാന്തി അല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യാം, ബംഫസിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടതായിരുന്നു നംസ്കൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഫൂളിഷായ ഒരാളല്ലേ, ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ ഒരു മണ്ടനായ ഒരാളെന്ന് പറയാൻ വേണ്ടി ആ വേർഡ് യൂസ് ചെയ്യാം. ഹാഫ് വിറ്റ് എന്നുള്ള വേർഡും നമ്മൾ ആ സെയിം സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യണേ. പിന്നെ നമ്മൾ കണ്ട നെക്സ്റ്റ് വേർഡാണ് സ്ലൂഗ ബെഡ്. അതായത് ബെഡിൽ നിന്ന് എണീക്കേണ്ട സമയമായാലും എണീക്കാതെ അങ്ങനെ മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലൂഗ ബെഡ് എന്ന് പറയുക. നമ്മൾ കണ്ട ലാസ്റ്റ് വേർഡാണ് റാഗാമുഫിൻ എന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ അല്ലെങ്കിൽ മുഷിഞ്ഞ അല്ലെ ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സ് എന്താ പറയുക ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികളെ പറയാനാണ് നമ്മൾ കൂടുതലും ഈ വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഒന്നെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സെഷൻസ് ഡിസ്കസ് ചെയ്ത് പോകുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു സെഷനിൽ അതങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് വൺ വേർഡ് സെഷനിൽ വേറെ കുറച്ച് അടിപൊളി വൺ വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.